चतुर्भिः श्रीकण्ठैः शिवयुवतिभिः पञ्चभिरपि प्रभिन्नाभिः शम्भोः नवभिरपि मूलप्रकृतिभिः चतुश्चत्वारिंशत् वसुदलकलाश्रत्रिवलयत्रिरेखाभिः सार्धं तव ശരണകോണാഃ പരിണതാഃ. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. 11-ാം ശ്ലോകത്തിൽ ദേവിയുടെ വാസസ്ഥാനമായ ശ്രീചക്രത്തിൻ്റെ വിവരണമാണ്. 10-ാം ശ്ലോകത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരീയ ഭാവത്തെ സമഷ്ടി ചൈതന്യമെന്നും അത് ത്രിപുരസുന്ദരി എന്ന പേരിലും വ്യക്തിഗതമായ ഈശ്വരീയ ഭാവത്തെ വെഷ്ടി ചൈതന്യമെന്നും അത് കുണ്ടലിനി ശക്തിസ്വരൂപിണി എന്ന പേരിലും അറിയപ്പെടുന്നു എന്നാണ് വ്യാഖ്യാനിച്ചത്. ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദേവി തന്നെയാണ് പിണ്ഡാണ്ഡമായ സാധകനെയും നിയന്ത്രിക്കുന്നത്. സമഷ്ടി വെഷ്ടി എന്ന ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡ ഭേദത്തെയും ഭേദമില്ലായ്മയെയും അറിഞ്ഞ ബോധത്തോടു കൂടിയാണ് വരും ശ്ലോകങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. 11-ാം ശ്ലോകം. ചതുർഭി ശ്രീകണ്ഠൈഃ ശിവയുവതിഭി പഞ്ചഭിരപി പ്രഭിന്നാഭി ശംഭോർ നവഭിരപി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശത് വസുദള കലാശ്രത്രിവലയ ത്രിരേഖാഭി സാർധം തവ ശരണകോണാഃ പരിണതാഃ. ചതുർഭി ശ്രീകണ്ഠൈഃ ശിവയുവതിഭി പഞ്ചഭിരപി പ്രഭിന്നാഭി ശംഭോർ നവഭിരപി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശത് വസുദള കലാശ്രത്രിവലയ ത്രിരേഖാഭി സാർധം തവ ശരണകോണാഃ പരിണതാഃ. പഞ്ചഭിഃ അപി പഞ്ചഭിരപി ശംഭോഃ നവഭിഃ അപി ശംഭോർനവഭിരപി. അന്വയം. ചതുർഭിഃ ശ്രീകണ്ഠൈഃ ശംഭോഃ പ്രഭിന്നാഭിഃ പഞ്ചഭിരപി ശിവയുവതിഭിഃ നവഭിഃ മൂലപ്രകൃതിഭിഃ അപി വസുദള കലാശ്ര ത്രിവലയ ത്രിരേഖാഭിഃ സാർധം തവ ശരണകോണാഃ ചതുശ്ചത്വാരിംശത് പരിണതാഃ. ചതുർഭിഃ ശ്രീകണ്ഠൈഃ. അല്ലയോ അമ്മേ, ശിവസംബന്ധികളായ ശ്രീകണ്ഠൻ ശിവൻ, കണ്ഠത്തിൽ ശ്രീ ഉള്ളവൻ, വിഷം കണ്ഠത്തിലുള്ളവൻ. ശ്രീ എന്നാൽ ഐശ്വര്യമെന്നും വിഷം എന്നും അർത്ഥം. ഇവിടെ വിഷശബ്ദമാണ് അർത്ഥകൽപ്പന ചെയ്യുന്നത്. ശിവസംബന്ധികളായ ചതുർഭിഃ 4 ചക്രങ്ങളെ കൊണ്ടും ശംഭോഃ പ്രഭിന്നാഭിഃ പഞ്ചഭിരപി ശിവയുവതിഭിഃ. ശംഭോഃ പ്രഭിന്നാഭിഃ അതിൽ നിന്നും ഭിന്നങ്ങളായ. ശംഭുവിൻ്റെ 4 ചക്രങ്ങളെ പറഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഭിന്നങ്ങളായ പഞ്ചഭിരപി ശിവയുവതിഭിഃ ശക്തി ചക്രങ്ങൾ കൊണ്ടും. ശിവനിൽ നിന്നും ഭിന്നങ്ങളായ ശക്തി ചക്രങ്ങൾ കൊണ്ടും. നവഭിഃ മൂലപ്രകൃതിഭിഃ ഇപ്രകാരം 9 മൂലപ്രകൃതികളാലും വസുദള കലാശ്ര ത്രിവലയ ത്രിരേഖാഭിഃ സാർധം. വസുദളം. വസു എന്ന് പറഞ്ഞാൽ 8 അഷ്ടവസുക്കൾ. ഇത് ഭൂതസംഖ്യ എന്ന് പറയും. വസു എന്ന് എവിടെയെങ്കിലും സംഖ്യാരൂപത്തിൽ പറയുമ്പോൾ അത് 8 എന്ന് അർത്ഥമെടുത്തുകൊള്ളണം. വസുദളം. ദളം എന്ന് പറഞ്ഞാൽ ഇതൾ. 8 ഇതൾ എന്ന് പറഞ്ഞാൽ 8 ഇതളുള്ള താമര പത്മം എന്നർത്ഥം. അങ്ങനെയുള്ള 8 ഇതൾ ഉള്ള ഒരു ചക്രം
കലാശ്രം. കല ഷോഡശകല എന്ന് പറഞ്ഞാൽ 16. ഇതും ഭൂതസംഖ്യയാണ്. അശ്രം എന്ന് പറഞ്ഞാൽ മുനയുള്ളത്, ആംഗിൾ എന്നർത്ഥം. 16 കോണുകളുള്ള ചക്രം എന്നർത്ഥം. കലാശ്രം. ത്രിവലയ, 3 വലയങ്ങൾ കൊണ്ട്. വലയം ചുറ്റ്. 3 മേഖല എന്നർത്ഥം. മേഖലാത്രയം. ത്രിരേഖാഭിഹി, 3 രേഖകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭൂപുരത്തിൻ്റെ ബാഹ്യാതിർത്തി എന്നർത്ഥം. ഇങ്ങനെയുള്ള ചക്രങ്ങളെ കൊണ്ട് സാർത്ഥം കൂടിച്ചേർന്നിട്ട് തവ ശരണകോണാഹ ചതുശ്ചത്വാരിംശത് പരിണതാഹ, അല്ലയോ അമ്മേ നിന്തിരുവടിയുടെ ശരണകോണങ്ങൾ 44 പരിണമിച്ചിരിക്കുന്നു. ശങ്കരാചാര്യരുടെ പക്ഷമനുസരിച്ച് 44 ത്രികോണങ്ങളാണ് ശ്രീചക്രത്തിലുള്ളത്. എന്നാൽ ഭൈരവയാമളം എന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നത് 43 ശ്രീചക്രത്തിലെ നടുക്കുള്ള ത്രികോണത്തിൻ്റെ അകത്തുള്ള ബിന്ദുവിനെ കണക്കാക്കാതെയാണ് ഭൈരവയാമളകാരൻ ഈ ത്രികോണങ്ങൾ എണ്ണി തന്നിരിക്കുന്നത്. ആചാര്യസ്വാമികളുടെ പക്ഷമനുസരിച്ച് മധ്യഭാഗത്തുള്ള ബിന്ദുവിനെ ഒരു ചക്രമായി പരിഗണിച്ചുകൊണ്ടാണ് 44 എന്ന സംഖ്യ എടുത്തിരിക്കുന്നത്. 4 ചക്രങ്ങളുടെ പേരുകൾ ചതുർഭി ശ്രീകണ്ഠൈഹി. അവിടെ സമഷ്ടി ചൈതന്യവും വെഷ്ടി ചൈതന്യവും പ്രത്യേകം മനസ്സിലാക്കുക. സമഷ്ടിയിൽ പേരുകൾ മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ. വെഷ്ടിയിൽ മനുഷ്യ ശരീരത്തിൽ മജ്ജ, ശുക്ലം, പ്രാണൻ, ജീവൻ. പ്രാണൻ ഇവിടെ 5 പ്രാണന്മാരാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ജീവൻ എന്ന് പറയുന്നത് ആത്മാവ്. ഇങ്ങനെ 4 ശിവചക്രങ്ങൾ ചതുർഭി ശ്രീകണ്ഠൈഹി. ഇനി ഭിന്നങ്ങളായിരിക്കുന്ന പഞ്ചഭിരപി ശിവയുവതിഭി, ശിവൻ്റെ യുവതി ശക്തി. ആ 5 ശക്തിചക്രങ്ങളെ സമഷ്ടിയിൽ പറയുമ്പോൾ 1 പഞ്ചഭൂതങ്ങൾ, 2 പഞ്ചതന്മാത്രകൾ, 3 പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, 4 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 മനസ്സ്. പഞ്ചഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. അവയുടെ തന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത്. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, നാക്ക് അഥവാ വായ. പിന്നെ ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയമായ ഗുദം. 5-ാമത്തേത് മനസ്സ്. ഇത് സമഷ്ടി ചൈതന്യം. ഇനി വ്യക്തിഗതമായ വെഷ്ടിയിൽ ത്വക്ക്, രക്തം, മാംസം, മേധസ്, അസ്ഥി. ഭൈരവയാമളത്തിൽ പ്രത്യേകം പറയുന്നു, ചതുർഭി ശിവചക്രൈശ്ച ശക്തിചക്രൈശ്ച പഞ്ചഭി നവചക്രൈശ്ച സംസിദ്ധം ശ്രീചക്രം ശിവയോർവപു. ആദ്യം പറഞ്ഞത് ഇത് ശക്തിയുടെ വാസസ്ഥാനമാകുന്നു, ദേവിയുടെ ശരീരമാകുന്നു ശ്രീചക്രം. ഭൈരവയാമളത്തിൽ പറയുന്നു ശ്രീചക്രം ശിവയോർവപു, ശിവയുടെയും ശിവൻ്റെയും ശരീരമാകുന്നു. 4 ശിവചക്രങ്ങളെ കൊണ്ടും 5 ശക്തി ചക്രങ്ങളെ കൊണ്ടും നവചക്രൈഹി അങ്ങനെയുള്ള 9 ചക്രങ്ങളെ കൊണ്ട് ശ്രീചക്രം സംസിദ്ധം, ശ്രീചക്രം കിട്ടിയിരിക്കുന്നു, സിദ്ധമാകുന്നു. ശിവയോഹോ, ശിവസ്യ ച ശിവായാഹ ച ശിവയോഹോ, 2 പേരുടെയും കൂടി ശരീരമാകുന്നു. ശ്ലോകത്തിൻ്റെ അർത്ഥം,
അല്ലയോ മഹാത്രിപുരസുന്ദരി, ശിവാത്മകങ്ങളായ 4 ചക്രങ്ങൾ, അവയിൽ നിന്ന് ഭിന്നങ്ങളും ശക്ത്യാത്മകങ്ങളുമായ 5 ചക്രങ്ങൾ, ഇങ്ങനെ പ്രപഞ്ച മൂലകാരണങ്ങളായി ഭവിച്ച 9 ചക്രങ്ങളാൽ നിന്തിരുവടിയുടെ ആവാസസ്ഥാനമായ ബിന്ദുവും കോണങ്ങളും ചേർന്ന് അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം, ഭൂപുരത്രയം എന്നിങ്ങനെ നിന്തിരുവടിയുടെ ശരണകോണങ്ങൾ 44 പരിണമിച്ചിരിക്കുന്നു. ഈ 9 ചക്രങ്ങളെ നവയോനി ചക്രമെന്ന് പറയുന്നു. പ്രപഞ്ചകാരണഭൂതങ്ങളായതുകൊണ്ട് ഇവയ്ക്ക് ഉത്പത്തിസ്ഥാനം എന്നർത്ഥമുള്ള യോനി ശബ്ദം പ്രയോഗിക്കുന്നു. നവയോനികൾ ശരീരത്തിൻ്റെ നവധാതുസ്വരൂപങ്ങളാകുന്നു. ചരാചരാത്മകമായ പ്രപഞ്ചം ശിവശക്തിമയമാകുന്നു. ചരം പിണ്ഡാണ്ഡവും അചരം ബ്രഹ്മാണ്ഡവുമാകുന്നു. ശിവശക്ത്യാത്മകം വിദ്ധി ജഗത് ഏതത് ചരാചരം. ഇനി ശ്രീചക്രം അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മധ്യഭാഗത്ത് ബിന്ദു, അതിന് ചുറ്റിലുമായി ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്തെ ത്രികോണത്തിനകത്ത് ബിന്ദു സ്ഥിതി ചെയ്യുന്നു. ഇത് 2 ചക്രങ്ങൾ. ഇതിന് പുറത്ത് 8 കോണുകളുള്ള ചക്രം, അപ്പോൾ 3ആയി. അതിനുശേഷം 2 ദശകോണുകൾ, അന്തർദശാരം, ബഹിർദശാരം. ആരം എന്ന് പറഞ്ഞാൽ മുന, ആംഗിൾ എന്നർത്ഥം. ട്രയാങ്കിൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ചക്രം. മറ്റേത് താമര ഇതൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അതാണ് പത്മം. ഇത് ദശാരം. അന്തർദശാരം, ബഹിർദശാരം. ഇപ്പോൾ 5ആയി. അതിന് പുറത്ത് ചതുർദശ കോണം, 14 കോണുകളുള്ള ചക്രം, 6ാമത്തേത്. ഇതിന് ശേഷം അഷ്ടദള പത്മം, 8 ഇതളുകളുള്ള പത്മം, 7ആയി. പിന്നെ ഷോഡശദള പത്മം, 16 ഇതളുകളുള്ള പത്മം, 8ാമത്തേത്. പിന്നീട് 3 വൃത്തങ്ങൾ, ത്രിവലയം. ഇത് ഷോഡശദള പത്മത്തിൻ്റെ ബാഹ്യപരിധി നിർണയിക്കുന്ന 3 വൃത്തങ്ങളാണ്. ഇവയുടെ കനം തുല്യമാണ്. ഇതിന് ശേഷം 9ാമത്തേത് ഭൂപുരം എന്ന് പറഞ്ഞാൽ ഭൂവിസ്താരം. 4 വശത്തേക്കും തുറക്കുന്ന കവാടങ്ങൾ അഥവാ വാതിലുകളോടുകൂടിയ ഭൂപുരത്രയം. ത്രയം എന്നതുകൊണ്ട് 3 രേഖകൾ എന്നർത്ഥം. ഈ രേഖകൾ ഭൂപുരത്തോട് കൂടിയ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ബാഹ്യപരിധി നിർണയിക്കുവാൻ വേണ്ടി ഉള്ളതാണ്. ശ്രീചക്രവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ് ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മ മന്വശ്ര നാഗദള സംയുത ഷോഡശാരം വൃത്തത്രയം ച ധരണീ സദനത്രയം ച ശ്രീചക്രമേതതുദിതം പരദേവതായാഹ. ഇത് അകത്തു നിന്ന് പുറത്തേക്കാണ്. ഒരു യാമള ഗ്രന്ഥത്തിലാണ് ഈ ശ്ലോകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മ. ബിന്ദു, നടുക്ക് ബിന്ദു, അതിന് തൊട്ട് മുകളിൽ പുറത്ത് ഒരു ത്രികോണം. പിന്നെ വസുകോണം. വസു എന്നാൽ 8, അത് ഭൂതസംഖ്യയാണ്. അഷ്ടവസുക്കൾ. വസു എന്ന പദം എവിടെയെങ്കിലും സംഖ്യ ഗണന സമയത്ത് പ്രയോഗിക്കുമ്പോൾ അത് 8 എന്നർത്ഥം എടുക്കണം. ദശാരയുഗ്മം. യുഗ്മം 2, ദശാരം 2 ദശാരം എന്ന് പറഞ്ഞാൽ ബഹിർദശാരവും അന്തർദശാരവും എന്നർത്ഥം. അടുത്തത് മന്വശ്രം. അശ്രം എന്ന് പറഞ്ഞാൽ മുന. മനു 14, അപ്പോൾ ചതുർദശ കോൺ എന്നർത്ഥം. അതിനടുത്തത് നാഗദള സംയുതം. നാഗം അഷ്ടനാഗങ്ങൾ, അതും ഭൂതസംഖ്യയാണ്. 8 ദളമുള്ള പത്മം. അതിനുശേഷം ഷോഡശാരം, 16 കോണുകളുള്ള ചക്രം.
പിന്നീട് വൃത്തത്രയം, 3 വൃത്തങ്ങൾ. ച ഇങ്ങനെ ധരണീ സദനത്രയം ച. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂപ്രസ്ഥാരം, ഭൂപുരം എന്നർത്ഥം. സദനം പുരം എന്നർത്ഥം, പുറത്തെ പരിധി. ഇങ്ങനെയാണ് ശ്രീചക്രം. ഏതത് ഉദിതം പരദേവതായാഹ, പരദേവതയുടെ, ശ്രേഷ്ഠമായ ദേവതയുടെ ശ്രീചക്രത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭൂപുരം മുതൽ മധ്യബിന്ദു വരെ പുറത്തുനിന്നും അകത്തേക്ക് വ്യത്യസ്തമായ പേരുകളോടുകൂടി ചക്രത്തെ പറയുന്നുണ്ട്. പുറത്തുനിന്നും അകത്തേക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ത്രൈലോക്യമോഹന ചക്രം, 4 കവാടങ്ങളോടുകൂടിയ ഭൂപുരത്രയം. 2 സർവ ആശാപരിപൂരക ചക്രം, ഷോഡശദളപത്മം. സർവ സംക്ഷോഭണ ചക്രം, അഷ്ടദളപത്മം. സർവ സൗഭാഗ്യദായക ചക്രം, ചതുർദശാരം, 14 കോണുകളുള്ള ചതുർദശാരം. സർവാർത്ഥ സാധകം, ബഹിർദശാര ചക്രം. സർവരക്ഷാകര ചക്രം, അന്തർദശാരം. സർവരോഗഹരം, അഷ്ടകോണം. സർവസിദ്ധിപ്രദം, നടുക്കുള്ള ത്രികോണം. സർവ ആനന്ദമയ ചക്രം, ത്രികോണത്തിൻ്റെ അകത്തുള്ള ഒരു ബിന്ദു, അത് സർവ ആനന്ദമയ ചക്രം. ഇങ്ങനെയാണ് ഈ ചക്രങ്ങളുടെ പേരുകൾ. തൽക്കാലം പേരുകൾ മാത്രം മനസ്സിലാക്കുക. ഇനി ശ്രീചക്രം എന്നത് ഏകദേശം ഒരു 7 തരത്തിലാണ് കണ്ടുവരുന്നത്. വകഭേദം, പ്രസ്താരം എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വകഭേദങ്ങളെ കുറിക്കുന്നു. ഭൂമിയിൽ തകിടിൽ വരയ്ക്കുന്നത്, ഭൂമിയിൽ പത്മമിട്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ തകിടിൽ വരയ്ക്കുന്നതാണ് ഭൂപ്രസ്താരം. നീളം, വീതി, പൊക്കമെല്ലാം തുല്യമായത് പൂർണ്ണമേരു എന്ന് പറയുന്നു. പൊക്കത്തോടു കൂടിയ മേരു, പൂർണ്ണമേരു. നീളം, വീതി ഇവയുടെ ഇരട്ടി പൊക്കമുള്ളത് കൈലാസപ്രസ്ഥാരം. നീളം, വീതി ഇവയുടെ പകുതി പൊക്കമുള്ളത് അർദ്ധമേരു പ്രസ്ഥാരം. എല്ലാം താഴേക്ക്, മുകളിൽ ഭൂപുരം മാത്രം കാണുന്നു. ബാക്കിയെല്ലാം ഭൂമിയുടെ അടിയിലേക്കാണ് വച്ചിരിക്കുന്നത്. അതിനെ പാതാള പ്രസ്ഥാരം എന്ന് പറയുന്നു. അടുത്തത് കൂർമ്മ പ്രസ്ഥാരം, ആമയുടെ മുകൾ ഭാഗം പോലെ ചരിവുള്ളത്. അടുത്തത് സ്തനപ്രസ്ഥാരം, ഒരു സ്ത്രീയുടെ മാറിടം പോലെ ചരിവുള്ളത്. ഇപ്രകാരമാണ് ശ്രീചക്രത്തിൻ്റെ ഒരു സാമാന്യ വിവരണം. ഓരോ ചക്രത്തിനും മുദ്രാദേവതകൾ, യോഗിനിമാർ, അധിഷ്ഠാന ദേവതമാർ, ഇങ്ങനെ അനവധി ദേവതാസങ്കല്പങ്ങൾ ഈ ശ്രീചക്രത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു സാമാന്യ വിവരണം മാത്രമാണ്. നന്ദി, നമസ്കാരം. ശിവകോണങ്ങൾ ഇതാണ്. അഗ്രം മേൽപോട്ടായ 4 കോണങ്ങൾ ഇതാണ്. അഗ്രം താഴേക്കാക്കി പിടിക്കരുത്. ഇങ്ങനെ പിടിക്കാൻ പാടില്ല, സംശയം വരും. ഇങ്ങനെ തന്നെ വേണം. ഇത് ശക്തി ചക്രങ്ങളാണോ എന്ന് സംശയം ഉണ്ടാവും. അങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ ത്രികോണങ്ങൾ എണ്ണി നോക്കുക. മൊത്തം 4 ത്രികോണങ്ങളാണെങ്കിൽ അവ ശിവകോണുകൾ തന്നെയാണെന്നും അവ മുകളിലേക്ക് കോണുകൾ വരുന്ന വിധത്തിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നും ഒരു ബോധമുണ്ടായിരിക്കണം. ഒരിക്കലും സംശയിക്കരുത്. മുകളിലേക്ക് നോക്കുന്ന മുനകൾ എണ്ണുക. ഇത് ശിവചക്രങ്ങൾ അഥവാ ശിവകോണുകൾ. മുകളിലേക്ക് നോക്കുന്നത് ഇത് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. 4 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതാണ് ശക്തിചക്രങ്ങൾ. അത് അഗ്രം കീഴോട്ടാക്കി പിടിക്കുക. ഒന്നിനു മുകളിൽ ഒന്നായി 5 ത്രികോണങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എല്ലാറ്റിന്റെയും കോണുകൾ താഴേക്ക് വരും വിധമാണ് അടക്കിയിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ശക്തി കോണുകൾ. ഇനി ഈ
രണ്ട് ചക്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് കോണുകൾ കൂടി ചേർന്ന് പ്രപഞ്ചം നിർമ്മിക്കാൻ പോവുകയാണ് ഈ രണ്ട് ദേവതമാരും കൂടി. അങ്ങനെ പ്രപഞ്ചം നിർമ്മിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് അറിയിക്കുവാനോ എഴുതി ഫലിപ്പിക്കുവാനോ പറ്റുകയില്ല. അത് വരച്ചു കാണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? 5 ശക്തി ചക്രങ്ങളും 4 ശിവചക്രങ്ങളും ചേർന്നപ്പോൾ കിട്ടിയ രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. 2 തരം ചക്രങ്ങൾ കൂടിച്ചേർന്നപ്പോൾ അനവധി ചെറിയ ചെറിയ ത്രികോണങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് മൊത്തം എത്ര എണ്ണം എന്ന് എണ്ണി നോക്കണം. അങ്ങനെ എണ്ണി നോക്കിയ സമയത്ത് കിട്ടിയ രൂപമാണത്. എണ്ണാൻ തുടങ്ങിയത് ഏറ്റവും മുകളിൽ നിന്ന് നമ്പർ 1 മുകളിലേക്ക് മുനയായിരിക്കുന്ന നമ്പർ 1 മുതൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എണ്ണിയത്. എണ്ണി മധ്യഭാഗത്ത് എത്തിയപ്പോൾ സംഖ്യ 43, മൊത്തം സംഖ്യ 43 എന്ന് കണ്ടു. ഇതാണ് ത്രയശ്ചത്വാരിംശത് ചക്രം. ഭൈരവയാമളത്തിൽ പറയുന്ന ത്രയശ്ചത്വാരിംശത് ചക്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിന്ദുവിനെ കൂട്ടി 44 എന്ന സംഖ്യ. എല്ലാ ചക്രങ്ങളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ ശ്രീചക്രം രൂപപ്പെടുന്നു. ത്രികോണങ്ങൾ മൊത്തം എത്ര എണ്ണം ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയതിൽ മധ്യഭാഗത്തെ ത്രികോണത്തിൽ 43 എന്ന സംഖ്യ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മൊത്തം 43 എണ്ണം എന്നർത്ഥം. ഇവിടെ ഈ ചിത്രത്തിൽ മധ്യഭാഗത്തുള്ള ത്രികോണത്തിൽ ഒരു ബിന്ദു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ബിന്ദു എന്നത് ഒരു ചെറിയ ത്രികോണം തന്നെ എന്ന് കണക്കാക്കിക്കൊള്ളണം. ഇതാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ഇനി ശ്രീചക്രത്തിന്റെ പുറത്തുള്ള 3 രേഖകൾ, ഇവിടെ നമ്മളൊരു ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്, ത്രിരേഖാഭിഹി, 3 രേഖകൾ. അത് ഭൂപുരത്തിന്റെ രേഖയാണ്. ത്രിവലയം വേറെയാണ്, രേഖ വേറെയാണ്. ആ രേഖയാണ് ഇപ്പോൾ കാണിക്കുന്നത് ശ്രീചക്രത്തിന്റെ പരിധി. ഇത് ഭൂപുരത്തിന്റെ ബാഹ്യപരിധി. ഇടതുഭാഗത്ത് 3 രേഖകൾ വലുതാക്കി കാണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പുറത്തുള്ള 1-ാം രേഖയാണ് ഭൂപുരത്തിന്റെ പുറത്ത് ഉള്ള ബാഹ്യപരിധി എന്ന് പറയുന്നത്. ത്രിരേഖാഭിഹി എന്ന 3 വരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഭൂപരിധി ഷോഡശതല പത്മപരിധിയാണ് ഇനി പറയുന്നത്. ത്രിവലയം എന്നത് മധ്യഭാഗത്തുള്ള ആ വൃത്തം, 3 വൃത്തങ്ങളാണ്. ചിത്രത്തിൽ പുറത്ത് 3 വരകൾ കൊണ്ട് വരച്ചത് ഒരു സ്ക്വയറാണ്. അകത്ത് 4 വരകൾ കൊണ്ട് വരച്ചതാണ് വൃത്തഭാഗം. ഇവ രണ്ടുമാണ് പരിധി. ഭൂപുരത്തിന്റെയും ഷോഡശതല പത്മത്തിന്റെയും പരിധികളാണ് കാണിച്ചിരിക്കുന്നത്. ശ്ലോകത്തിൽ ത്രിവലയ എന്നത് 3 വൃത്തങ്ങൾ, അത് മധ്യഭാഗത്തുള്ള വൃത്തങ്ങൾ. ത്രിരേഖാഭിഹി സാർത്ഥം എന്ന പദം ഭൂപുരത്തിന്റെ പരിധി രേഖ. മധ്യഭാഗത്ത് ഒരു ത്രികോണം, ഒറ്റ ത്രികോണം, നടുക്ക് ബിന്ദു. ചുവന്ന നിറത്തിൽ 4 ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂപുര കവാടങ്ങൾ അഥവാ മാർഗങ്ങളാണത്. ശ്രീചക്രത്തിലിരിക്കുന്ന ദേവിയും സാധകനും തമ്മിൽ കൂടിച്ചേർന്ന് താതാത്മ്യം പ്രാപിക്കുവാൻ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ ലക്ഷ്യം. സാധകന് പ്രവേശിക്കേണ്ട വഴികളാണ് ഈ 4 കവാടങ്ങൾ. ഇതാണ് ശ്രീചക്രത്തിന്റെ ബാഹ്യരൂപം. ഇനി ബാഹ്യഭാഗത്തു നിന്നും സാധകൻ അല്ലെങ്കിൽ സാധക അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്ന് സങ്കല്പിക്കുക. 3 വൃത്തമണ്ഡലങ്ങൾ ഷോഡശതല പത്മ പരിധിയാണ്. ഇവിടെ ദേവതാ സങ്കല്പങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. വൃത്താകാരത്തിലുള്ള 4 രേഖകൾ കാണാം. അവ 3 വലയങ്ങളെ സൂചിപ്പിക്കുന്നു. 3 വലയങ്ങൾ സൂചിപ്പിക്കണമെങ്കിൽ 4 രേഖകൾ വരയ്ക്കണം. ത്രിവലയം എന്നത് 3 രേഖകൾ വരച്ചതല്ല, 3 വലയങ്ങളാണ്. വലുത്, ചെറുത്, അതിലും ചെറുത് എന്നിവ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ, വരച്ച് കാണിക്കുമ്പോൾ 4 രേഖകളായി. അവ 3 വൃത്തഖണ്ഡങ്ങളാകുന്നു. താമരയുടെ ഇതളുകൾ ചേർന്ന വൃത്തഭാഗവും ത്രികോണങ്ങൾ കൂടിച്ചേർന്ന വൃത്തഭാഗവും ശിവന്റെയോ ശക്തിയുടെയോ ദേവതാസങ്കല്പം ഉൾക്കൊള്ളുന്നവയാണ്. എന്നാൽ ഈ വലയങ്ങൾ ഷോഡശതല പത്മത്തിന്റെ പുറത്തുള്ള ബാഹ്യപരിധിയെ സൂചിപ്പിക്കുന്നു. 2 ദേവതാസങ്കല്പങ്ങളും ഇതിന്റെ അകത്തില്ല. കോണുകളായിട്ട് കോണുകൾ നിവർത്തി വെച്ച തരത്തില് ചുറ്റും വെച്ചു കഴിഞ്ഞാലും അതൊരു ചക്രമാണ്. പത്മങ്ങള് താമരയുടെ ഇതളുകൾ പോലെയുള്ളത് കൂട്ടി വൃത്താകൃതിയിൽ വെച്ചു കഴിഞ്ഞാലും അത് ചക്രമാണ്. പക്ഷെ ത്രിവലയം എന്നത് ചക്ര കോൺ സംബന്ധമായിട്ടുള്ള ദേവതാസങ്കല്പങ്ങൾ ഇല്ലാത്ത, പരിധി നിർണയിക്കുവാൻ വേണ്ടി മാത്രം സങ്കല്പിച്ചിരിക്കുന്ന 4 രേഖകളാണ് 3 വലയങ്ങൾ.
3 വൃത്തമണ്ഡലങ്ങൾ, ഷോഡശതല പത്മ പരിധി. ഇവിടെ ദേവദാസ് സങ്കല്പമില്ല, അതൊന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ത്രിവലയം എന്നത് ചക്ര സംബന്ധമായ, കോൾ സംബന്ധമായിട്ടുള്ള ദേവദാസ് സങ്കല്പം ഇല്ലാത്ത, പരിധി നിർണയിക്കുവാൻ വേണ്ടി മാത്രം സങ്കല്പിച്ചിരിക്കുന്ന 4 രേഖകളാണ് 3 വലയങ്ങൾ. 3 വൃത്തമണ്ഡലങ്ങൾ, ഷോഡശതല പത്മ പരിധി. ഇവിടെ ദേവദാസ് സങ്കല്പമില്ല, അതൊന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. വൃത്താകാരത്തിലുള്ള 4 രേഖകൾ ഇടതുഭാഗത്ത് വലിപ്പത്തിൽ വരച്ചിട്ടുണ്ട്. 3 വലയങ്ങൾ ഉണ്ടെന്ന് കാണിക്കുവാൻ 4 രേഖ വരച്ചിരിക്കുന്നു. 3 വലയങ്ങളുടെയും തിക്നെസ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഡയമീറ്റർ വ്യത്യാസം വരുന്നുണ്ട്. തിക്നെസ് ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ ആദ്യമായി സാധകൻ പ്രവേശിക്കുന്നത് ഭൂപരത്തിന്റെ 4 വഴികളിൽ കൂടിയാണ്. ആ ഭൂപരം എന്ന പ്രദേശം എന്തുമാത്രം ഉണ്ട്, അതിന്റെ പരിധി അതെത്രയാണ്? ചുവന്ന നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഭൂപുരം. ഇതിന് വേറെ ചക്രങ്ങളുടെ പേരുകളുണ്ട്, അത് പിന്നീട് പറയുന്നതായിരിക്കും. ഇനി അതിന് അകത്തേക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഷോഡശതല പത്മം. 16 ഇതളുകളുള്ള ഒരു താമരയാണ് ഇനി കാണുന്നത്. അതാണ് ആദ്യത്തെ താമര. ഇതളുകളായിട്ടുള്ള ആദ്യത്തെ താമര ഇതാണ്. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 16 സംഖ്യ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അഷ്ടദളപത്മം, 8 ഇതളുകളുള്ള താമര. അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചതുർദശാരം, 14 കോണുകളുള്ള ചക്രം. ഇപ്പോൾ നമ്മൾ കണ്ടത് 2 പത്മങ്ങളുള്ള ചക്രമാണ്. താമര ഇതളുകളായിട്ടുള്ള ചക്രങ്ങളാണ് കണ്ടത്. ഇനി കോണുകളോട് കൂടിയ ചക്രം എന്ന് പറഞ്ഞാൽ കോണുകൾ ഓരോന്നും പുറത്ത് അടുക്കി അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചക്രം കിട്ടുന്നു. അതാണ് ചതുർദശാരം. അതിനുശേഷം സാധകൻ പ്രവേശിക്കുന്നത് ബഹിർദശാര ചക്രം. ഇനി 10 കോണുകളുള്ള അന്തർദശാര ചക്രം. അതിനുശേഷം അഷ്ടാര ചക്രം, 8 കോണുകളുള്ള. അതിനുശേഷം അകത്തുള്ള മധ്യ ത്രികോണം. ഒറ്റ ത്രികോണ സങ്കല്പമാണ്, അതിന്റെ ചുറ്റും ഒന്നും തന്നെ ഇല്ല. ശ്രീചക്രത്തിന്റെ മധ്യഭാഗത്തുള്ള ഏറ്റവും പ്രധാനമായ ഭാഗമാണ് ബിന്ദു എന്നത്. ഇങ്ങനെയുള്ള ശ്രീചക്രം ഏകദേശം 6-7 തരത്തിലുണ്ട്. അതിൽ ഈ വരച്ച ശ്രീചക്രം അത് ഒരു ലോഹനിർമ്മിതമാക്കി മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഭൂപരത്തിലുള്ള 3 രേഖകൾ ത്രിരേഖാഭി എന്നത് 3 സ്റ്റെപ്പുകളായിട്ടാണ് കാണുന്നത്. ഷോഡശ ദളപത്മത്തി പരിധിയായിരിക്കുന്ന 3 വലയങ്ങൾ, ത്രിവലയ എന്നത് ആ 3 പരിധി 3 സ്റ്റെപ്പുകളായിട്ട് കാണുന്നു. ഇനി ഇതിന്റെ പറഞ്ഞിരിക്കുന്ന ഓരോ ചക്രവും ഓരോ കോണുകളും എങ്ങനെയാണ് അതിന്റെ സംഖ്യ കാണിച്ചിരിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയതിനു ശേഷമാണ് സാധകൻ പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ശാന്തി ശാന്തി ശാന്തി.